ഹിമകുന്ദമൃണാളാഭം ദൈത്യാനം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി. എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആ ആചാര്യനെ, അസുരാചാര്യനെ, ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ്. വ്യാഴം ദേവഗുരു, ശുക്രൻ അസുരഗുരു. സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം. ശുക്രനാകട്ടെ അസാൻമാർഗികത എല്ലാം ഉണ്ടാകാം. കാരണം അസുരന്മാരുടെ ദേവനാണ്. അവിടെ മദ്യമുണ്ടാകാം, സ്ത്രീ ഉണ്ടാകാം, വ്യഭിചാരമുണ്ടാകാം, നൃത്യങ്ങളുണ്ടാകാം, പാട്ടുകളുണ്ടാകാം. ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങേയറ്റം പണ്ഡിതനാണ് ശുക്രൻ. വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട്. പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക്, തുലാം രാശിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു. തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും. സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക. സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക. പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോവുക. അതിൽ നിന്നും തുലം വിഭിന്നമായി ശുക്രനിത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം? അബല ഭോഗയാനാനി ശുക്ര. അബല സ്ത്രീയാണ്, ബലമില്ലാത്തവൾ. നാസ്തി ബലം യസ്യാഹസ അബല. ബലമില്ലാത്തവളാണ് സ്ത്രീ. അത് സ്ത്രീയാകാം, ഭാര്യയാകാം, കാമുകിയാകാം, എല്ലാവരുമാകാം. ഭോഗയാനാനി ഭോഗങ്ങൾ, ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കളും. അത് ആഡംബരങ്ങളാകാം, സുഖഭോഗങ്ങളാകാം, വാഹനങ്ങളാകാം, സുഹൃത്തുക്കളാകാം, സ്ത്രീയാകാം, മദ്യപാനമാകാം. ഇതൊക്കെയാകാം. വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ. ഏറ്റവും നല്ല ഗാംബ്ലറാണ് ശുക്രൻ. അപ്രകാരം തന്നെ യാനാനി, ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ്. വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ്. അത് ചരരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം. അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ, ഉരു, തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം. വലിയ മത്സ്യബന്ധന ബോട്ടുകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആഡംബര നൗകകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ്. മറിച്ച് ചരരാശിയിലാണെങ്കിൽ KSRTC മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം. ബസ്, യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം. യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം. അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം. സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു. അത് കപ്പലിൻ്റെ ഷേപ്പാകുന്നു. അപ്രകാരം ദുബായിലുമുണ്ട്. കരയിലുള്ള വലിയ ആകാശചുംബികളായ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ തന്നെ ശുക്രനെ കൊണ്ട് ചിന്തിക്കും. അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ്, വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ. നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത്. ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ എടുത്തിട്ട് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ. ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട്. വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട്. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഏറ്റവും അധികം കാശ് വരുന്ന, ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന, ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന, ഏറ്റവും വലിയ IT ഹബ്ബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പ് യാർഡ്, ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സംഭവമായി മാറുകയാണ് വിഴിഞ്ഞം പോർട്ട്. ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം. നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി ശുക്രൻ മാറുന്നു. 2025 നവംബർ 2-ാം തീയതി എന്ന് വെച്ചാൽ 1201 തുലാമാസം 16-ാം തീയതി മുതൽ ഉച്ചയ്ക്ക് 1:30 മുതൽ ശുക്രൻ മാറുകയാണ്.
കേവലം 25 ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ്. ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ 2.25 ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ, പിന്നെ ശുക്രൻ, ചൊവ്വ, ഇങ്ങനെ വരും. അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ്. 25 ദിവസം ധാരാളമാണ്. ഒരു ഡീലിംഗ് നടന്ന കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം മതി. അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും. മൗഢ്യമായി കിടക്കുന്ന ശുക്രൻ ഇതാ ബലവാനായി വരികയാണ്. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ശുക്രൻ തുലാൻ രാശിയിൽ വരുമ്പോൾ നീചസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു. പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല. അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം, മേടൻ രാശി മുതൽ 12 രാശികൾക്കുള്ള ശുഭാശുഭ ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വൃശ്ചികൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ചാരവശാൽ ശുക്രൻ എവിടെ നിൽക്കുന്നു? 12ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നറിയുക. 12ാം ഭാവം ഒരു നല്ല ഭാവമാണോ ജ്യോതിഷപ്രകാരം? അല്ല. പക്ഷേ ഇവിടെ 12ൽ ശുക്രൻ വരുമ്പോൾ നല്ലൊരു ഫലം ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഫലം? സധനോന്ത്യേ, ഈ വ്യക്തി ധനത്തോടു കൂടിയ ആളായിരിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ പലപ്പോഴും ഈ ശുക്രൻ വൃശ്ചികൻ രാശിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ശുക്രന് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് 7ാം ഭാവാധിപത്യം, തൻ്റെ യാത്ര, പോക്കുവരവ്, തൻ്റെ ഭാര്യാഗൃഹം, ഭാര്യ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവം. മറ്റൊന്ന് തൻ്റെ വൈകല്യസ്ഥാനം, 12ാം ഭാവസ്ഥാനം, അത് വൈകല്യഭാവമാണ്. അത് ശാരീരികമായി രോഗസ്ഥാനത്തേക്ക് നോക്കുന്നു ആ ശുക്രൻ. അപ്പോൾ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം. യൂട്രസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക, യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടും സ്ത്രീകൾ, വൃശ്ചികൻ രാശിക്കാരായ സ്ത്രീകൾ. പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ബാങ്കിൽ വെച്ച അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം നഷ്ടപ്പെടും. പലപ്പോഴും തനിക്ക് പെട്ടെന്ന് കാശുണ്ടാകില്ല. പിന്നെ അസമയത്ത് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതിൻ്റെ കാശ് തട്ടിപ്പറിക്കും. കാരണം 12ൽ സൂര്യനുണ്ട്, അത് കർമാധിപനാണ്. അതുമാത്രമല്ല, കർമ്മമേഖലയിൽ സ്ത്രീകളെ കൊണ്ട് ഉദ്രം വരിക, പേരുദോഷം വരും. കാരണം കർമാധിപൻ നീചസ്ഥനാണ്. തൻ്റെ പ്രമോഷനൊക്കെ ഏതെങ്കിലും രീതിയിൽ തടയപ്പെടുക, സ്ത്രീകൾ തനിക്ക് ശത്രുക്കളായി വരിക, ഹയർ ഒഫീഷ്യൽ സ്ത്രീകളാവുക, അവർ തന്നെ ഉപദ്രവിക്കുക, അതിലൂടെ മാനസിക സംഘർഷങ്ങളൊക്കെ വരും. പിന്നീട് 7ാം ഭാവം ദാമ്പത്യമാണ്. ഭാര്യയ്ക്ക് തെറ്റിദ്ധാരണ വരിക, പലപ്പോഴും ബുദ്ധിമുട്ടുകൾ, ഫാമിലി ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. കഥാപ്യേതി വിത്തം വിലീയേത നിത്യം എന്നാണ് ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് കഥാപ്യേതി വിത്തം, ചിലപ്പോൾ നല്ല ധനം വരും, ചിലപ്പോൾ നശിച്ചു പോകും. സിതോ ദ്വാദശേ കേളിസൽ കർമ്മശർമ്മ ഗുണാനാംജ കീർത്തേഹേ ക്ഷയം മിത്രവൈരം, സുഹൃത്തുക്കൾ ശത്രുക്കളാവും. തൻ്റെ ഗുണം, ക്വാളിറ്റി, കീർത്തി, ഇതിലൊക്കെ എന്തുണ്ടാകാം? അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ഉയർച്ചയും താഴ്ചയും ഉണ്ടാകാം. ജനാനാം വിരോധം സദാസോ കരോതി, ജനങ്ങളുമായി വിരോധമുണ്ടാകും. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക. ഈ 25 ദിവസക്കാലം നിങ്ങളുടെ സ്വർണം, വിലപ്പെട്ട ആഭരണങ്ങൾ നഷ്ടപ്പെടരുത്. വീട്ടിൽ കള്ളൻ വരാതെ ഒക്കെ നോക്കണം. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാർക്കും ശോഭനമായ സമാധാനമായ 25 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.